ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിലവിൽ ആ രാജ്യത്തിൻ്റെ എയർ ഡിഫൻസ് സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെ അനുബന്ധിച്ചിരിക്കും. യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ കരമാർഗമുള്ള യുദ്ധവും നാവികസേന വഴിയുള്ള യുദ്ധവും വ്യോമമാർഗമുള്ള യുദ്ധവും ഉണ്ടാകും. ഇതിൽ വ്യോമമാർഗമുള്ള യുദ്ധമാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രധാനമായി ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് തിരിച്ചു വരാം. മിസൈലുകൾ വിന്യസിക്കാനും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് തൊടുത്തുവിടാനും എല്ലാ രാജ്യങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പ്രാവീണ്യമുണ്ട്, അതിനുള്ള സൗകര്യവുമുണ്ട്. ആ മിസൈലുകളെയും ഡ്രോണുകളെയും തടുക്കാൻ, ഒരു രാജ്യത്തിലേക്ക് കടന്നു വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും തടുക്കാൻ ശക്തമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ആവശ്യമാണ്. ഇസ്രായേലിന് അയൺ ഡോം ഉണ്ട്, എന്നാൽ അത് തകർത്താണ് ഹമാസിൻ്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്ന് പതിച്ചത്. അമേരിക്കയ്ക്ക് താഡുണ്ട്, പോരാത്തതിന് റഷ്യയ്ക്ക് S-400 ഉണ്ട്, ചൈനയ്ക്ക് അവരുടേതായിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, ഇറ്റലിക്ക് മിലാഡ് ഉണ്ട്. അങ്ങനെ പല എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് എന്നറിയാം. പക്ഷേ ഇതിലെല്ലാം തന്നെയും ശക്തമായ പ്രതിരോധം, അതായത് 100% ഫലം തരുന്നത് ഇന്ത്യയുടെ S-400 ആണ്. ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായ DRDO ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനും അതിഭീകരമായിട്ടുള്ള ശക്തിയാണുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും S-400-ൽ ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത്. ഒരൊറ്റ ഡ്രോണോ ഒരൊറ്റ മിസൈലോ പോലും ആണവ വാഹിനി, അതായത് ആണവ പോർമുന വഹിക്കാൻ പറ്റുന്ന ഒരൊറ്റ മിസൈൽ പോലും അകത്തേക്ക് കടന്നു വന്നില്ല എന്നുകൂടെ നമ്മൾ ഇതിൽ എടുത്തു കാണേണ്ടതാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പാകിസ്ഥാനും കടുത്ത തലവേദന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ DRDO, നമ്മുടെ ശാസ്ത്രജ്ഞരെല്ലാം വളരെയധികം നൈപുണ്യമുള്ളവരാണ്. നമ്മൾ പണ്ടേ പറയാറുള്ളതാണ്, ഇന്ത്യയിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ പഠിച്ച് ഇന്ത്യയിൽ തന്നെ പണിയെടുത്താൽ ഇന്ത്യ വികസിക്കില്ലേ എന്നുള്ളത്. നമ്മളിവിടെ പഠിക്കുന്ന ശാസ്ത്രജ്ഞരും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും എല്ലാം തന്നെ വിദേശത്ത് പോയി അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരിതാ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത, അതിനെപ്പോലും ഭേദിച്ചകത്തേക്ക് കടക്കാൻ കഴിയുന്ന മിസൈൽ വികസിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ പ്രതിരോധ സംവിധാനങ്ങൾ തുടർച്ചയായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിന്റെ ഭാഗമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന, അതായത് DRDO, ഇപ്പോൾ പിനാക 4 എന്ന അടുത്ത തലമുറ ഗൈഡഡ് റോക്കറ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 300 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പുതിയ റോക്കറ്റ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിംഗ് IDRW-ന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ശക്തവും ആധുനികവുമായിട്ടുള്ള റോക്കറ്റ് സംവിധാനത്തിന്റെ പരീക്ഷണം 2028 തന്നെ നമ്മൾ ആരംഭിക്കും. പിനാക 4, പ്രളയ് 4 പോലുള്ള തന്ത്രപരമായിട്ടുള്ള മിസൈലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും നമ്മൾ ഈ മിസൈൽ നിർമ്മിക്കുക. കൂടാതെ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കാനും അനുവദിക്കുന്ന സ്മാർട്ട് സവിശേഷതകളും ഈ മിസൈലിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനുമായിട്ടുള്ള കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം ഈ റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ മുൻ പതിപ്പായിട്ടുള്ള പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ തങ്ങളുടെ സേനയിൽ ചേർത്തു. അതിനുശേഷം ഇന്ത്യയുടെ പീരങ്കി സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി പിനാക മാറി. സമാധാന കാലത്തും യുദ്ധകാലത്തും സൈന്യത്തെ സഹായിച്ചു. ഇന്ത്യൻ പുരാണങ്ങളിൽ ശിവന്റെ വില്ലായ പിനാകിൻ്റെ പേരാണ് ഈ സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരിൻ്റെ അർത്ഥം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.